ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട സഹോദരി സഹോദരങ്ങളെ, വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായം 9 മുതൽ 20 വരെയുള്ള വാക്യങ്ങളെ 2 ഭാഗങ്ങളായിട്ട് തിരിക്കാം. ഒന്നാമത്തെ ഭാഗം എന്താണ് പ്രാർത്ഥന എന്നതിന് ഒരു വിശദീകരണമാണ്. രണ്ടാമത്തെ ഭാഗം ക്രിസ്തു ഒരു മൂകനായ മനുഷ്യന് നൽകിയ സൗഖ്യവും അതിനോടുള്ള പുരുഷാരത്തിന്റെ പ്രതികരണവുമാണ്. ഈ അധ്യായം ആരംഭിക്കുന്നത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ക്രിസ്തുവിന്റെ ചിത്രത്തോടെയാണ്. പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ അവന്റെ ശിഷ്യന്മാരിൽ ഒരുവൻ അവനോട്, സ്നാപക യോഹന്നാൻ അവന്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ചതുപോലെ തങ്ങളെയും പ്രാർത്ഥിപ്പാൻ പഠിപ്പിക്കണമേ എന്ന് ആവശ്യപ്പെട്ടു. തുടർന്ന് യേശു അവരെ സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥന പഠിപ്പിച്ചു. പ്രാർത്ഥന പഠിപ്പിക്കുന്നതിന്റെ ഭാഗമായി അവൻ എന്താണ് പ്രാർത്ഥന എന്നതിന് 2 ഉദാഹരണങ്ങളോടെ വിശദീകരണം നൽകി. ഒരു സ്നേഹിതന്റെ അടുക്കൽ വന്ന് 3 അപ്പം വായ്പ തരണമെന്ന് ആവശ്യപ്പെടുന്ന സ്നേഹിതന്റെ ഉദാഹരണമാണ് ആദ്യത്തേത്. 2 നല്ല ദാനങ്ങളെ നൽകുന്ന പിതാവിന്റെ ഉദാഹരണമാണ്. ഈ 2 ഉദാഹരണങ്ങൾക്ക് നടുവിലായി പ്രാർത്ഥനയ്ക്ക് ഒരു നിർവചനവും നൽകുന്നു. യാചിപ്പീൻ, അന്വേഷിപ്പീൻ, മുട്ടുവീൻ. ആസ്ക്, സീക്ക് ആൻഡ് നോക്ക്. ഈ 3 വാക്കുകളാണ് ക്രിസ്തു പ്രാർത്ഥനയ്ക്ക് നിർവചനമായിട്ട് നൽകി. വിശുദ്ധ മത്തായി ശ്ലീഹായുടെ സുവിശേഷ പ്രകാരം ഇത് കർത്താവിന്റെ ഗിരിപ്രഭാഷണത്തിന്റെ ഭാഗമാണ്. യാചിപ്പീൻ എന്ന പദം 4 പ്രാവശ്യവും അന്വേഷിപ്പീൻ എന്ന പദം 22 പ്രാവശ്യവും മുട്ടുവീൻ എന്ന പദം 2 പ്രാവശ്യവും പുതിയ നിയമത്തിൽ ഉപയോഗിച്ചിരിക്കുന്നു. ഈ 3 പദങ്ങളിലൂടെ ക്രിസ്തു പ്രാർത്ഥനയ്ക്ക് ഒരു പുതിയ മാനം നൽകുന്നു. പ്രാർത്ഥനയിലൂടെ എന്ത് യാചിക്കണം, എന്ത് അന്വേഷിക്കണം, എന്തിന് നിരന്തരം മുട്ടണം, ഇവയിലൂടെ വിശുദ്ധീകരിക്കുകയാണ്. പ്രാർത്ഥന ഭൗമിക കാര്യങ്ങളെ ലഭിക്കുവാൻ ദൈവസന്നിധിയിൽ അപേക്ഷിക്കുന്നതല്ല, മറിച്ച് സ്വർഗീയ ദാനമായ പരിശുദ്ധാത്മാവിനു വേണ്ടിയുള്ള യാചനയും അന്വേഷണവും മുട്ടലുമാണ്. അത് ദൈവഹിതത്തിന്റെ യാചനയും അന്വേഷണവുമാണ്. ദൈവഹിതം എന്ന വാതിൽ തുറക്കാനുള്ള താക്കോലാണ് പ്രാർത്ഥന. യാചിക്കുന്നവൻ പ്രാപിക്കും, അന്വേഷിക്കുന്നവൻ കണ്ടെത്തും, മുട്ടുന്നവന് തുറക്കപ്പെടും. യാചിക്കുന്നവർക്ക് അധികമായി നൽകുന്ന ഒരു പിതാവായിട്ടാണ് ദൈവത്തെ ഈ ഭാഗം അവതരിപ്പിച്ചത്. തന്നോട് യാചിക്കുന്നവർക്ക് സ്വർഗത്തിൽ നിന്ന് നിങ്ങളുടെ പിതാവ് പരിശുദ്ധാത്മാവിനെ എത്ര അധികം നൽകുമെന്ന് ക്രിസ്തു വാഗ്ദാനം നൽകി. ഇത് വരാനിരിക്കുന്ന പെന്തിക്കോസ്തിയുടെ സൂചനയായിരുന്നു. ഈ ക്രിസ്തു വചനത്തിന്റെ ആത്മാവ് അറിഞ്ഞാണ് ശ്ലീഹന്മാർ സ്വർഗാരോഹണത്തിന് ശേഷം ഒരുമനപ്പെട്ട് പരിശുദ്ധാത്മാവിന് വേണ്ടി പ്രാർത്ഥനയോടെ കാത്തിരുന്നു. പിതാവാം ദൈവം പെന്തിക്കോസ്തി നാളിൽ അവരുടെ മേൽ പരിശുദ്ധാത്മാവിനെ അധികം പകർന്ന് ഈ വാഗ്ദാനത്തെ പൂർത്തീകരിച്ചു. പ്രാർത്ഥന ദൈവം നൽകുന്ന ഉറപ്പാണ്. ഇവിടെ നൽകപ്പെടും, കണ്ടെത്തും,
തുറക്കപ്പെടും എന്നതിലൂടെ ഉറപ്പാണ് വ്യക്തമാകുന്നത്. സ്വന്തം മകൻ തന്നോട് അപ്പം ചോദിച്ചാൽ അവന് കല്ല് നീട്ടിക്കൊടുക്കുകയും മീൻ ചോദിച്ചാൽ മീനിനു പകരം പാമ്പിനെയും മുട്ട ചോദിച്ചാൽ തേളിനെയും കൊടുക്കുകയും ചെയ്യുന്ന പിതാവ് നിങ്ങളിൽ ആരുണ്ട് എന്ന ക്രിസ്തുവിന്റെ ചോദ്യം ശ്രദ്ധേയമാണ്. ഭൂമിയിലെ പിതാക്കന്മാർ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കുവാൻ ശ്രമിക്കുന്നുവെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് എത്രയധികം നൽകും എന്നാണ് അവൻ പറയുന്നത്. അത് പിതാവിന്റെ സ്നേഹത്തിന്റെ പ്രതിഫലനമാണ്. ഈ സ്നേഹമാണ് പ്രാർത്ഥനയുടെ ഉറപ്പ്. ഈ വേദഭാഗത്തിന്റെ 2-ാം ഭാഗം ക്രിസ്തു ഒരു മൂകനായ മനുഷ്യന് നൽകിയ സൗഖ്യത്തെ തുടർന്ന് നടന്ന സംഭവങ്ങളാണ്. ഇവിടെ 3 പ്രതികരണങ്ങളാണ് കാണുന്നത്. അത്ഭുതപ്പെടുന്ന പുരുഷാരം. 2, യേശുവിന്റെ അധികാരത്തെ ചോദ്യം ചെയ്യുന്ന പുരുഷാരം. 3, അടയാളങ്ങൾ അന്വേഷിക്കുന്ന പുരുഷാരം. അവരുടെ ചിന്തകൾ മാനുഷികമായി. സ്വർഗീയ ദാനങ്ങളെ അന്വേഷിക്കേണ്ടതിന് പകരം അടയാളങ്ങളെ അന്വേഷിക്കുന്ന ദോഷമുള്ള തലമുറയായിട്ട് അവർ മാറി. ദൈവത്തിന്റെ കൈവിരലിനെ തിരിച്ചറിയാതെ പോയ പുരുഷാരത്തിന്റെ ചിത്രമാണ് ഇതിലൂടെ കാണുവാൻ കഴിയും. മൂകനായ മനുഷ്യന്റെ വിടുതലിൽ സന്തോഷിക്കാതെ ക്രിസ്തുവിന്റെ ദൈവിക അധികാരത്തെ സംശയിച്ച് ധിക്കാരമുള്ള സമൂഹമായിട്ട് അവർ മാറി. യേശു പിശാചുക്കളുടെ തലവനെ കൊണ്ടാണ് ഭൂതങ്ങളെ പുറത്താക്കുന്നതെന്ന് അവർ ചിന്തിച്ചു. അവനിൽ പ്രവർത്തിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനത്തെ അവർക്ക് തിരിച്ചറിയുവാൻ കഴിഞ്ഞു. ക്രിസ്തു അവരുടെ ചിന്തകളെ മനസ്സിലാക്കി അവരോട് പ്രതികരിച്ചു. 2 ഉപമകളാണ് ക്രിസ്തു അവതരിപ്പിക്കുന്നത്. ഒന്നാമതായി തന്നിൽ തന്നെ ചിത്രിച്ച രാജ്യം. 2, തന്നിൽ തന്നെ ചിത്രിച്ച ഭവൻ. ഇതുവഴി ക്രിസ്തു അവന്റെ ദൈവിക അധികാരത്തെയാണ് സ്ഥാപിക്കുന്നത്. ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നുവെന്ന സത്യം മനസ്സിലാക്കാതെ അടയാളങ്ങളെ അന്വേഷിക്കുന്ന പുരുഷാരം ദൈവപുത്രനെ അംഗീകരിക്കുന്നില്ല. ക്രിസ്തുവിലൂടെ നടക്കുന്ന അത്ഭുതങ്ങളെ ദൈവരാജ്യത്തിന്റെ സ്ഥാപനമായി കാണുവാൻ അവർക്ക് കഴിയുന്നില്ല. ഇതാണ് ആശ്ചര്യപ്പെടുവാനും അധികാരത്തെ ചോദ്യം ചെയ്യുവാനും അടയാളങ്ങളെ അന്വേഷിക്കുവാനും അവരെ പ്രേരിപ്പിച്ച നമ്മുടെയൊക്കെ ജീവിതങ്ങളിലും ക്രിസ്തുവിനെ യഥാർത്ഥമായിട്ട് അറിയാതെ, ക്രിസ്തു നമ്മിൽ പ്രവർത്തിക്കുന്ന പ്രവർത്തനങ്ങളെ തിരിച്ചറിയാതെ, അവന്റെ ആധികാരികതയെ ചോദ്യം ചെയ്യുന്ന, അടയാളങ്ങൾ മാത്രം അന്വേഷിക്കുന്ന സമൂഹമായിട്ട് പലപ്പോഴും മാറാറില്ല. ഒരു ആത്മപരിശോധന നമ്മുടെ ജീവിതങ്ങളിൽ ഉണ്ടാകട്ടെ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.